ബാംഗ്ലൂരിൽ നിന്നും വയനാട്ടിലേക്ക് ഒരു യാത്ര. ബാംഗ്ലൂരിൽ നിന്നും ഏകദേശം 300 കിലോമീറ്റർ ഉണ്ടായിരുന്നു വയനാട് എത്തിച്ചേരാൻ. ചുരം ഉണ്ടോ ഇല്ലയോ എന്നൊരു സംശയം ഞങ്ങൾക്കുണ്ടായിരുന്നു. ബാംഗ്ലൂരിൽ നിന്ന് പോകുമ്പോൾ വയനാട്ടിലേക്ക് ചുരമൊന്നും തന്നെയില്ല, ഹെയർപിൻ കേവുകളുമില്ല. അതിനു പകരം ഞങ്ങൾക്ക് കാണാൻ കിട്ടിയത് ബന്ദിപ്പൂർ ടൈഗർ റിസർവ് ഫോറസ്റ്റാണ്. ആ യാത്ര അടിപൊളിയായിരുന്നു. എനിക്ക് കാട്ടിലൂടെ ഡ്രൈവ് ചെയ്യാനും വളരെ ഇഷ്ടമായിരുന്നു. അവിടുത്തെ റോഡുകളും വളരെ നല്ലതായിരുന്നു. കാട്ടിലൂടെ പോയപ്പം ഞങ്ങൾക്ക് കുറേ അധികം മാനിനെ കാണാൻ പറ്റി. പിന്നെ ആനക്കൂട്ടങ്ങളെ എപ്പോഴും ആനക്കൂട്ടങ്ങളെ കാണാൻ കിട്ടാറില്ല പോലും. പക്ഷേ എന്താണേലും ഞങ്ങൾ പോയ സമയത്ത് കൃത്യമായിട്ട് ആനക്കൂട്ടത്തിനെ കാണാൻ പറ്റി. പോകണമെന്ന് വിചാരിച്ച ഒരു സ്ഥലം 900 കണ്ടിയാണ്. 900 കണ്ടി എൻ്റെ കൂട്ടുകാരി പറഞ്ഞു തന്നതാണ് അത് നല്ലതാണെന്ന്. മേലോട്ട് പോകണമെങ്കിൽ ജീപ്പിൽ തന്നെ പോകണം. ഞങ്ങൾ അവിടെ ചെന്നപ്പം മഴയൊന്നുമില്ലായിരുന്നു. പക്ഷേ 900 കണ്ടിയുടെ മുകളിലെത്തിയതും അവിടെ ഉഗ്ര മഴയായിരുന്നു. എന്താണേലും ഞങ്ങളുടെ ഭാഗ്യത്തിന് അവിടെ റെയിൻകോട്ട് ഉണ്ടായിരുന്നു. ഞങ്ങൾ 3 പേരും റെയിൻകോട്ട് എടുത്തു. പക്ഷേ മഴ പെയ്തുകൊണ്ട് അല്പം ടെൻഷനായി. താഴോട്ട് ഈ ജീപ്പിൽ തന്നെയാണേ പോകേണ്ടത്. കംപ്ലീറ്റ് റോഡെന്ന് പറയുന്നത് ഓഫ് റോഡ് പോലത്തെയാണ്. ഈ കല്ലും മണ്ണും റോഡെന്ന് പറയുന്ന സാധനമേ അവിടെ ഇല്ല. കയറിക്കഴിഞ്ഞ് കുറച്ച് ദൂരം ചെന്ന് കഴിഞ്ഞപ്പോഴാണ് ഇതിൻ്റെ അകത്തെ റിസ്ക് എനിക്ക് മനസ്സിലായത്. എന്തായാലും പോയത് പോയി, ഇനി ഈ പരിസരത്തേക്ക് ഇല്ല എന്ന് മനസ്സുകൊണ്ട് പറഞ്ഞു. പക്ഷേ പോയ അനുഭവം നല്ലതായിരുന്നു. ഗ്ലാസ് ബ്രിഡ്ജിൽ നിന്നുള്ള വ്യൂ അടിപൊളിയായിരുന്നു. മുകളിലത്തെ മഴയും നല്ല രസമായിരുന്നു. പക്ഷേ അതിൻ്റെ കൂടെ ഒരു റിസ്ക് ഫാക്ടർ ഉണ്ട് എന്ന് എനിക്ക് മനസ്സിലായി. ഇതെല്ലാം കഴിഞ്ഞ് ഞങ്ങൾ റിസോർട്ടിലേക്ക് പോയി. ഞങ്ങളുടെ അടുത്ത റിസോർട്ടെന്ന് പറയുന്നത് ഉപവൻ റിസോർട്ട് ആയിരുന്നു. എനിക്ക് റിസോർട്ട് അത്ര ഇഷ്ടപ്പെട്ടൊന്നുമില്ല. 5000 രൂപ കൊടുത്ത് മുടക്കിയ ആ റിസോർട്ടിൽ ഞാൻ വിചാരിച്ച പോലത്തെ ഫെസിലിറ്റീസ് ഒന്നും ഇല്ലായിരുന്നു. ക്ലീൻ ആയിരുന്നു. അടുത്ത് തന്നെ ഒരു KSEBയുടെ വൈത്തിരിയിലെ ചാർജിങ് സ്റ്റേഷൻ ഉണ്ടായതുകൊണ്ട് ഞങ്ങൾക്ക് ഉപകാരമായി കാർ ചാർജ് ചെയ്യാൻ. അടുത്ത ദിവസം രാവിലെ തന്നെ ഞാൻ എഴുന്നേറ്റ് ചുരം കാണാൻ പോയി. ഈ പറയുന്ന ഉപവൻ റിസോർട്ടിൻ്റെ അടുത്ത് തന്നെയാണ് വയനാട് ചുരം. എനിക്ക് ചുരം കണ്ടേ പറ്റൂ. എബിനും കുഞ്ഞിനും ഉറങ്ങുകയും വേണം. എന്താണേലും ഞാൻ നോക്കിയപ്പം എൻ്റെ റിസോർട്ടിൽ നിന്നും 1 കിലോമീറ്റർ അപ്പുറമാണ് ചുരം. പോയി നോക്കാമെന്ന് വിചാരിച്ചു. 1 കിലോമീറ്റർ രാവിലെ വെച്ച് പിടിച്ച് നടന്നത് വെറുതെ ആയില്ല, ചുരം കാണാൻ പറ്റി. അങ്ങനെ ചുരവും കണ്ട് ഞാൻ തിരിച്ചു നടന്ന് ഉപവൻ റിസോർട്ടിൽ ചെന്ന് ബ്രേക്ക്ഫാസ്റ്റും കഴിച്ച് ഞങ്ങൾ തിരിച്ച് ബാംഗ്ലൂർക്ക് പോയി.